എന്താണെന്നുള്ളൊരു സ്വപ്നം ആണോ എന്നുള്ളതിലാണ് മെയിൻ ഔട്ടായി നിൽക്കുന്നത്. ഒരിക്കലും കരുതാത്തൊരു സാധനമാണ് എനിക്ക് നിങ്ങൾ തന്നത്. ബഡ്ജറ്റിന്റെ അടുത്ത് കഴിയാത്തത് കൊണ്ട് ഞാൻ എനിക്ക് ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. പോസിറ്റീവ് എനർജി ആ ഒരു വിശ്വാസമാണ് അതിന്റെ വർക്കിലും ഉണ്ടായി. ഓക്കെ, ഹലോ നമസ്കാരം, ജംഷിയാണ് റോക്സ്ലോ മാർബിൾസിന്. അപ്പോൾ ഇന്ന് നമ്മളെ കസ്റ്റമർ എത്തിയിട്ടുള്ളത് നമ്മുടെ മലപ്പുറം പാലക്കാട് ബോർഡറായ ഉണ്ണിയാൽ നിന്നാണ്. ഉണ്ണിയാൽ നിന്ന് രണ്ട് കസ്റ്റമറാണ് ഒരുമിച്ചത്. രണ്ട് വീട്ടിലുള്ള സാധനം മെറ്റീരിയൽ ഒരുമിച്ചെടുക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് പരിചയപ്പെടാം. പേരെന്തേലും? പേര് അറഫാത്ത്. അറഫാത്ത്. ഉണ്ണിയാലല്ല സ്ഥലം തന്നെ, നമ്മളെ ബോർഡറാണ് ഏകദേശം വരുന്നത്. ബോർഡറാണ് വരുന്നത്, പാലക്കാട് ഡിസ്ട്രിക്റ്റിന്റെ ബോർഡർ വരുന്നത്. എത്ര പേര്? ജയരാജ്. അയൽവാസി തന്നെയാണ്, അടുത്തടുത്താണ്. നിങ്ങൾ പേര്? അഷീബ്. മുബര അനിയനാണ് വരുന്നത്. ഓക്കെ, നമ്മളിപ്പോ രണ്ട് വീട്ടിലേക്കാ സാധനം എടുത്ത്. അതെ, നിങ്ങൾക്ക് ആസ്പർ പറഞ്ഞ മെറ്റീരിയലും മൂപ്പർക്ക് നമ്മൾ ഗോൾഡൻ മോർസിൽ പെട്ട മെറ്റീരിയലാണ് സാധനത്ത്. നമുക്ക് 1600 സ്ക്വയർ ഫീറ്റും അതുപോലെ തന്നെ 1200 സ്ക്വയർ ഫീറ്റ് ഏകദേശം നമ്മൾ സ്റ്റോക്ക് എടുത്ത്. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ നിങ്ങൾ ഏകദേശം ഇവിടുന്ന് ഒരു 35 കിലോമീറ്ററോളം ദൂരം ഉണ്ടാണ്ട്, അതിലാറുണ്ട് 60 കിലോമീറ്റർ, 40ന്റെ അടുത്തുണ്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ പാസ് ചെയ്ത് ഏകദേശം ഞാൻ ഇപ്പം ഇങ്ങനെ ജസ്റ്റ് നേരത്തെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കി, 8 ഷോപ്പുകളും പാസ് ചെയ്തിട്ടാണ് 8 മാർബിളിൻ്റെ കടൻ്റെ മുമ്പ് കൂടിയാണ് ഇപ്പോൾ നമ്മളെ കടയിലേക്ക് എത്തിയിട്ടുള്ളത്. അങ്ങനെ വരാൻ ഇവിടെ നിന്ന് എടുക്കാനുള്ള നിങ്ങൾക്ക് എന്താ കാരണം? നമ്മളൊരു സുഹൃത്താണ് പറഞ്ഞത്. ഇത് മാർബിൾ വിൽക്കുന്ന ഒരാളുടെ സുഹൃത്തുമാണ്. മൂപ്പര് വേറെ 3-4 സൈറ്റിക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആകെ ഒരു കടയിലേത് നോക്കിയിട്ടുള്ളൂ. പിന്നെ നേരെ മൂപ്പരെ കൂടെ ഇങ്ങോട്ട് വന്നതാണ്. ഇവിടെ ഒരു ഷോപ്പ് ഉണ്ട് പറഞ്ഞിട്ട് വേറൊരാൾക്ക് വേണ്ടിയിട്ട് എടുക്കാൻ വേണ്ടി വന്നപ്പോൾ എന്നെ കൊടുന്നതാണ്. ആ വരവോട് കൂടെ തന്നെ ഞാനിവിടെ ഏകദേശം ഒരു സാധനം കണ്ടുവെച്ച് പോയിട്ടുണ്ടായിരുന്നു. ഇതിനെപ്പറ്റി എനിക്കൊന്നും അറിയില്ലായിരുന്നു. ഇവിടെ വന്നിട്ടാണ് ഞാൻ ഇതിനെപ്പറ്റി പഠിക്കണേ. പഠിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതൊരു വലിയൊരു സംഭവമാണ് മാർബിൾ എടുക്കുക. അപ്പോ മൂപ്പര് വിട്ട് നിൽക്കുക ചെയ്തേ, എനിക്ക് വേണ്ട സാധനം എടുത്തോളൂ, ഏത് എടുത്താലും ഞാൻ വിരിച്ചു തരും, പക്ഷെ അതിന്റെ ക്രാക്കും കാര്യങ്ങളും ഉള്ള നോക്കിയിട്ട് ചെയ്തു തരാന്ന് പറഞ്ഞു. അങ്ങനെ സാധനം നോക്കി ഞാനൊരു സംഭവം കണ്ടുവെച്ച് പോയി. ഏകദേശം ഞാൻ കുറെ അതിനെപ്പറ്റി ആലോചിച്ച് ഞാനത് ഏകദേശം ഒരു മാസം മുമ്പാണ് ഇവിടെ വന്നത്. അതെ, അത് എടുക്കാൻ വളരെ ആഗ്രഹിച്ച് എന്നെ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഞാൻ വന്നത്. അളക്കണം എന്ന് കരുതിയിട്ടാണ് വന്നത്. പക്ഷെ വന്നപ്പോ എനിക്ക് അതിലേറെ നല്ല സാധനം ആ റേറ്റില് നാളെ തരുമെന്ന് ഞാൻ കരുതിയിട്ടുണ്ട്. അത് എനിക്ക് വിശ്വസിക്കാൻ വേണ്ടിയില്ല. ആ ഒരു മെയിൻ ഔട്ടായി നിൽക്കുന്നത്. ഒരിക്കലും കരുതാത്തൊരു സാധനമാണ് എനിക്ക് നിങ്ങൾ തന്നത്. അത് നമ്മളെ ആ സാധനം ഞാനന്ന് കണ്ടു എന്നല്ലാതെ നമ്മളതിന് അത്ര ബഡ്ജറ്റിന്റെ അടുത്ത് കഴിയാത്തത് കൊണ്ട് ഞാൻ നമുക്ക് ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് അത് നിങ്ങൾ അളന്ന് തരുമെന്ന് ഞാൻ കരുതിയിട്ടുണ്ടായിരുന്നു. അതിന്റെ ഒരു ഷോക്കിലാണ് ഇപ്പൊ ഞാൻ. അതായത് നമ്മൾ കരുതിയാൽ നല്ല സാധനം ഏകദേശം ആ ലെവലിൽ ചെറിയ മാറ്റത്തിൽ നമുക്ക് കിട്ടി. വലിയൊരു കിട്ടലാണ്. കാരണം അതിലും നല്ല സാധനങ്ങൾ ഇവിടെ കിടക്കുകയാണ്. കാരണം നമുക്ക് കഴിയാത്ത റേറ്റില് കഴിയാത്ത സാധനം നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല. പക്ഷെ അത് വെച്ചിട്ട് പറ്റലോ സാധനം എടുക്കാനും നമുക്ക് അല്ല, ഇത് ആസ്പർ തന്നെ അത്യാവശ്യം ഇടത്തിലക്കാരെ ഒരുപാട് കൊണ്ടുപോകണം. ഇപ്പൊ ടൈൽസിന്റെ പകരമായിട്ട് എല്ലാവരും ചെയ്യുന്നത്. ടൈൽസിന്റെ അത്രയും കോസ്റ്റ് വരുന്നില്ല. ഇപ്പൊ 6-4 സൈസ് ടൈലിന് ചെയ്യുന്ന അത്രയും കോസ്റ്റ് നമുക്ക് വരുന്നില്ല. അതും നല്ല സൈസ് സാധനം, അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല ചെറിയ സൈസാണ് കണ്ടിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ ഈ സൈസിനെ പറ്റിയിട്ടോ മറ്റുള്ളതൊന്നും എനിക്ക് അറിയില്ല. സൈസിലൊന്നും ശരിക്കും അതിലൊരു അതില്ല തന്നെ നമ്മളൊരു കാഴ്ചപ്പാട്. നമ്മൾ ഏത് വിരിച്ചു കഴിഞ്ഞാൽ ജോയിന്റ് ഫ്രീ ആയിട്ട് വിരിക്കണതുകൊണ്ട് നമുക്ക് ആ സൈസിൽ മാറ്റം വരുന്നില്ല. അപ്പൊ എനിക്ക് ഞാൻ കരുതാത്ത അതിലേറെ നല്ലൊരു സാധനങ്ങളാണെന്ന് തന്നത് എന്താണെന്നുള്ളൊരു സ്വപ്നം ആണോ എന്നുള്ളതിലാണ്. പിന്നെ പൊതുവെ ഞാൻ എന്റെ കാര്യങ്ങൾ പറയുന്നത്, ഞാൻ വളരെ നീറ്റായിട്ട് എന്ത് കാര്യങ്ങളാണെങ്കിലും ഞാൻ ഉപയോഗിക്കുന്ന വണ്ടിയാണെങ്കിലും ഡ്രസ്സുകളാണെങ്കിലും നീറ്റായിട്ട് ഉപയോഗിക്കുന്ന ഒരാളാണ്. വണ്ടി കാണുമ്പോൾ മനസ്സിലാണ്ട് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാണോ എന്താ എനിക്ക് സത്യത്തിൽ മനസ്സിലാവണില്ല. കാരണം എനിക്ക് നല്ല ഒരു റേറ്റിലാണ് നിങ്ങൾ തന്നത്. അത് നല്ലൊരു സന്തോഷം. ഇപ്പോ നമ്മളെ രാജേട്ടൻ്റെ അടുത്ത് ഗോൾഡൻ മോർസിനാണ്. രാജേട്ടൻ ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ഷോപ്പുകളിൽ അന്വേഷിച്ചിട്ടുണ്ട്. കൂടുതൽ അന്വേഷണം എന്ന് പറഞ്ഞാൽ അങ്ങാടിയിൽ നിന്ന് ഞാൻ എഞ്ചിനീയർ ആദ്യം വന്നത് ഞങ്ങൾ രണ്ടാളും ഒരുമിച്ച് തന്നെ കുറെ മുമ്പ് വന്ന്. അത് കഴിഞ്ഞ് ഞാൻ എനിക്ക് ഇന്നലെ എഞ്ചിനീയറിംഗ് കൂട്ടി വേണമെന്ന് ഞാൻ തീരുമാനിച്ച കാര്യം. അപ്പൊ അതിനെ എങ്ങനെ നന്നാക്കി എടുക്കാന്നുള്ളതിനെ കുറിച്ച് എനിക്ക് ഇതിനെ കുറിച്ച് ഐഡിയകളൊന്നും അറിയില്ല. ഞാനത് കൂടാതെ എന്റെ എഞ്ചിനീയറിംഗ് കൂടെ ഒന്ന് കൊണ്ടുവന്നു. അപ്പൊ എഞ്ചിനീയർ ശേഷം എനിക്ക് ഇതിന്റെ കണ്ട കളറിനെ ഭംഗി എനിക്കറിയാം. കല്ലിന്റെ ക്വാളിറ്റി എന്താണെന്ന് വൈറ്റിനെ കുറിച്ചാണ് ആൾക്ക് താല്പര്യം. പക്ഷെ എന്നാലും ഞാൻ എടുത്തു കഴിഞ്ഞ സാധനത്തെ പിന്നെ വിരിക്കുന്ന ആളുകളോട് ചോദിച്ചു കഴിഞ്ഞപ്പോ ഈ സാധനമാണ് കൂടുതൽ. അതായത് ഗോൾഡൻ മോർസിനാകുമ്പോ നമുക്ക് ഒന്നുകൂടി ഗ്ലേസിംഗ് ഫീൽ ചെയ്യും, അതിന്റെ കളറും കാര്യങ്ങളും കല്ലിനും ഗുണം കൂടും. അപ്പൊ അത് എടുത്താൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ കഴിഞ്ഞത് എനിക്ക് ഞാൻ ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ്. അപ്പൊ അത് എനിക്ക് പിന്നെ ഒതുങ്ങുന്ന റേറ്റ് ആണെന്നുള്ളതാണ് അറിഞ്ഞിട്ട്. അതിന് നിങ്ങളത് ഭംഗിയാക്കി തരും എന്നുള്ള വിശ്വാസത്തില് അത് അർപ്പിച്ചു. അത് കിട്ടിയിട്ടുണ്ട്. എന്തായാലും
ഉദ്ദേശിച്ച പോലെയൊക്കെ ഹാപ്പി ആയിട്ടുണ്ട്. സന്തോഷമായിരിക്കും. ഓക്കെ, അപ്പൊ ഇനി നമ്മള് വീട് കാണുന്നവരോട് മാർബിൾ എടുക്കാൻ അന്വേഷിക്കുന്ന ആളോട് എന്തെങ്കിലും പറയാണ്ടോ? ഞാൻ എന്റെ എഞ്ചിനീയർ ഇന്നലെ തന്നെ പറഞ്ഞു കഴിഞ്ഞു, വന്നു കഴിഞ്ഞാൽ ആളോട് നമുക്ക് അയാളോട് ഇടപഴകുമ്പോൾ തന്നെ അതിന്റെ ഒരു പോസിറ്റീവ് എനർജി ആ ഒരു വിശ്വാസമാണ് അതിന്റെ വർക്കിലും ഉണ്ടായി എത്താൻ ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇനി ആരെങ്കിലും കൂടുതൽ മാർബിൾ അന്വേഷിച്ച് നടക്കുന്നുണ്ടെങ്കിൽ നേരെ ഇങ്ങോട്ട് പോരി. നമ്മൾ 2 ഷോപ്പുണ്ട്. കാവന്നൂർ ഷോപ്പാണ്, അതേമാതിരി പാണ്ടിക്കാട് കൊടശ്ശേരി ഷോപ്പുണ്ട്. ഈ 2 ഷോപ്പിൽ ഏത് ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല സെലക്ഷനും കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ബഡ്ജറ്റിലായിട്ട് റേറ്റിലും കാര്യങ്ങളിലും നമുക്ക് സാധനം ചെയ്തു തരാൻ കഴിയും. അപ്പോൾ അടുത്ത വീഡിയോ കാണാം.